ബാഹുബലി 2 ആണ്. ബാഹുബലി 1 ശിവലിംഗനെ എത്തിക്കൊണ്ട് വന്ന സ്ഥലം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എറണാകുളത്തേക്ക് പോകണം കേട്ടോ. ട്രെയിനിലാണ് പോകുന്നത്. ഒരു ട്രിപ്പാണ്. ആക്ച്വലി രാത്രി ആയതുകൊണ്ട് വിഷ്വൽ ക്വാളിറ്റി കുറവായതുകൊണ്ട് തന്നെ രാവിലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോണ വീഡിയോ മാത്രം എടുക്കണുണ്ട്. രാവിലെ കാണാം കേട്ടോ. നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഫസ്റ്റ് സ്ഥലം അതിരപ്പള്ളി വാട്ടർഫാൾസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. എന്നിട്ട് ഇവിടുന്ന് ഞാൻ ഇടിയപ്പം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇടിയപ്പം ഇപ്പോൾ എത്തും. ഇടിയപ്പം വന്നിട്ട് ഇനി കാണാം. ഇടിയപ്പം വന്ന് ഗീസ് അത്യാവശ്യം മോശമില്ല എന്ന് പറയും, എന്നാലും കുഴപ്പമില്ല. ഇവിടെ ചാലക്കുടി പോയിട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിന് വേണ്ടി കാത്തിരിക്കണതാണ്. അപ്പോൾ ട്രെയിൻ വന്നിട്ട് ഇനി ബാക്കി കാണാം. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ട്രെയിനുള്ളിൽ കയറി ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ചാലക്കുടി വെച്ച് പിടിക്കണം. അവിടുന്ന് നമ്മൾ ഇനി KSRTCയിൽ അതിരപ്പള്ളിക്ക് പോകാൻ. അങ്ങനെയാണ് പ്ലാൻ. ഇതെൻ്റെ കൂട്ടുകാരനായിട്ട്, അവൻ മംഗലാപുരമുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചയൊക്കെ അവന് പുതിയതായതുകൊണ്ട് തന്നെ ഇതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണതാണ്. ഈ സമയം നമ്മൾ ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് ബസ് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് കാഴ്ചയൊക്കെ കണ്ടിരിക്കണതാണ്. അത്യാവശ്യം ആൾക്കാരുണ്ട് ബസ്സിൽ. ബാക്കി 2 പേര് ഫ്രണ്ടിലുണ്ട്. നമ്മൾ ടോട്ടൽ 5 പേരാണുള്ളത്. പിന്നെ ബാക്കി അങ്ങോട്ട് പോണ വഴിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു നോക്കാം. അങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ കൊല്ലത്ത് ഞാൻ മഴക്കാലത്തിൻ്റെ സമയത്ത് ഈ വഴിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആ ടൈമിൽ നല്ല വെള്ളമായിരുന്നു. അന്ന് ഞാനിവിടെ വർക്ക് ചെയ്യാൻ ടൈമായിരുന്നു. ഫ്രണ്ടിലൊരു കൊച്ചുണ്ട്, നിങ്ങൾ നല്ല അടിപൊളി ഒരു ക്യൂട്ട് കൊച്ചി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ചിരിച്ച് കാണിക്കും. അപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അടിപൊളിയാണ് ആള്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് നല്ല വെള്ളം ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സമയത്ത് എത്രത്തോളം വെള്ളം ഉണ്ടെന്നുള്ളത് അറിയാൻ പാടില്ല. അവിടെ ചെന്നിട്ട് നോക്കിയിട്ട് വേണം മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ പോണ വഴിയെന്നെല്ലാം പറയുന്നത് വൈബ് ഏരിയ ആണ്, ഒന്നും പറയാനില്ല. പിന്നെ ഇടയ്ക്ക് ആനയുടെ ഒക്കെ ബോർഡൊക്കെ കാണാം. ഇതുവരെ ഞാൻ പോയിട്ട് ആനയൊന്നും കിട്ടിയിട്ടില്ല. കിട്ടണമെന്ന് പറയുന്നതല്ല, കിട്ടാണ്ടിരിക്കട്ടെ. കാരണം ഫ്രണ്ടിലൊന്നും ചെന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാമെന്നൊന്നും പറയാനില്ല. നമ്മളൊന്നും ചെയ്യേണ്ട, ആന ചെയ്തോളല്ലേ. പോണ വഴിയിൽ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് പോണ വഴിയിലുള്ള കാഴ്ചകളിൽ നോക്കാൻ. അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ അവിടെ എത്താനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ മുകളിലൊക്കെ ഉണ്ടാകും. വ്യൂ ഉണ്ടാകും, അടിപൊളി വ്യൂ ആണ് സൈഡിൽ നിന്നൊക്കെ. ഇവിടെ നേരെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ മുകളിൽ കയറണം. ഇപ്പോൾ മുകളിൽ ചെന്നിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. എൻട്രൻസ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിന് തിരക്കുണ്ടോയെന്ന് അറിയാൻ പാടില്ല. കാരണം ഇന്ന് ഒരു ഓഫ് ഡേ അല്ല, തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും മുകളിൽ പോയിട്ട് നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. ശരി, അതിരപ്പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ കണ്ണാപ്പില്ലേ, കണ്ണാപ്പി കറക്റ്റ് കണ്ണാപ്പി ആടാ. ഇനി ഒരു നാളിൽ പൈസ വരും എന്ന് നീ തന്നെ പറയും. ഇതെല്ലാം എടുത്ത് ഓടിച്ചു വെക്കണം നീ. തമാശല്ല, ഞാൻ ആ ഡിഗ്രിയിലെ സംഭവം ഡിഗ്രിയുടെ ടൂറ് പോയില്ലേ, അതിലിങ്ങനെ വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്ന് നോക്കും വെറുതെ നെറ്റെല്ലാം തീർന്ന സമയത്ത്. നല്ലൊരു മജ കിട്ടും. അതല്ലേ ഞാൻ ആടുന്ന് പറഞ്ഞായി. ഫൈനലി നമ്മളിവിടെ വന്നേക്കണേണ്. കുറേ രാവിലെ ട്രെയിൻ കയറി കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത്. ബട്ട് അത്ര വലിയ വെള്ളം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര വെള്ളമൊന്നുമില്ല, കാണുന്നില്ല.
പിന്നെ ആൾക്കാരും വളരെ കുറവാണ്. ഇന്ന് ബുധനാഴ്ച അല്ലേ, അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവാണ്. നല്ല മുട്ട വെയിലും. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? എങ്ങനെയുണ്ട് സോമ? താഴെ പോയേക്കുള്ള താഴെ കുറെ ആൾക്കാരിൽ നിൽക്കണ്ട്. നോക്കി കണ്ടൊക്കെ വരാൻ തന്നെ അടിച്ച് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. പൊട്ടി പോലും കിട്ടില്ല. ഓക്കെ, താഴോട്ട് പോയി നോക്കാം. താഴോട്ട് കുറച്ച് നല്ല വ്യൂ എല്ലാം ഉണ്ടാവും, പോയി നോക്കാം അല്ലേ. നടക്കാനുണ്ട് കേട്ടോ താഴോട്ട് പോവുകയാണെങ്കിൽ. ഞാൻ മച്ചൻ വരെ നിൽക്കായിരുന്നു കിട്ടിയേ. അത് ചെറിയ ചാനലൊന്നുമല്ല, വലിയ ചാനലാണ്. വലിയ ചാനൽ പറയടാ, നിനക്ക് എന്തെങ്കിലും പറയാ. പിന്നെ യൂട്യൂബിലിട്ട് നാട്ടിക്കില്ല. താഴോട്ട് നടക്കുകയാണ് നോക്കൂ ഗൈസ്. ഇത് ബാഹുബലി 2 ആണ്. ബാഹുബലി 1 സ്പോട്ട് ഇത് പ്രഭാസിന്റെ ശിവലിംഗനെ എത്തിക്കൊണ്ട് വന്ന സ്ഥലം. കട്ടപ്പ നില്ലപ്പ ഗൈസ്. അങ്ങനെ നമ്മൾ ചളിയെല്ലാം പറഞ്ഞ് ലാസ്റ്റ് ഇതാ നമ്മളുടെ ഡെസ്റ്റിനേഷൻ. നമ്മുടെ താഴെ നമ്മുടെ ടോട്ടൽ വ്യൂ കിട്ടണ ഒരു ഏരിയ ഇല്ലേ, അവിടെ വന്നിരിക്കണേ കേട്ടോ. ഓക്കെ, ഇവിടുത്തെ ലുക്ക് നോക്കി ഏതാ. നമ്മളങ്ങോട്ട് താഴോട്ട് പോയി നോക്കാം. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്ത്. നല്ല ഭയങ്കര വെയിലാണ്, അതാണ് സീൻ. അടിപൊളി കേട്ടോ. ഇങ്ങോട്ട് വന്ന എന്തായാലും നന്നായി. ഇവിടെ താഴെയാണ് കുറേ ആൾക്കാരുണ്ടായിരുന്നു, മുകളിലൊന്നും ആളെ ഉണ്ടായിരുന്നില്ല. കാണാൻ അടിപൊളിയാണ്, സെറ്റ് വ്യൂ കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ ഏതാ. അപ്പോൾ നമ്മൾ തിരിച്ച് ചാലക്കുടിയിലേക്ക് പോകണം കേട്ടോ. ചാലക്കുടി ചെന്നിട്ട് ഇനി നമുക്ക് എറണാകുളത്തേക്ക് പോകാനുണ്ട്. എറണാകുളത്ത് പോകുമ്പോഴത്തേന് ഏകദേശം വൈകുന്നേരം ആവും. അപ്പോൾ പിന്നെ അടുത്ത ദിവസമായിരിക്കും വ്ളോഗ് ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ഒരു കിടിലം വ്ളോഗായിട്ട് വരാം. ഇനി അവിടെ ചെന്ന് റൂം എടുക്കാണ്ട് ഫ്രഷ് ആവാണ്ട്. അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.